അതെ, ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് പോണേ. ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി തേടിയും പരീക്ഷയുടെ ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഒരു താമസ സൗകര്യവും അതുപോലെ ഭക്ഷണവുമാണ്. എന്നാൽ നിങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണത്തോടു കൂടെ നല്ലൊരു താമസ സൗകര്യവും ലഭിക്കുന്ന ഒരു സ്ഥലം ബാംഗ്ലൂരുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം, മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും അത് പ്രയോജനപ്രദമാകും. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ താമസ സ്ഥലം. ഈ സ്ഥാപനത്തിന്റെ അകത്തെയും പുറത്തെയും കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അകം കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പായി ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കുന്ന ഫാദർ സ്ഥാപനത്തിന്റെ ഉദ്ദേശത്തെയും ലക്ഷ്യങ്ങളെയും നിബന്ധനകളെയും കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതിയാണ് നമ്മുടെ ഈ ഹൗസ് വെഞ്ചരിച്ച് നമ്മുടെ സഹോദരങ്ങൾക്കായി ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുത്തത്. പോപ്പ് ഫ്രാൻസിസ് മൈഗ്രന്റ് സെന്റർ സ്കലബ്രീനിയൻ സന്യാസ സഭ എന്താണ് മൈഗ്രൻസിന് വേണ്ടി ചെയ്യുന്നു എന്നതിന്റെ ഒരു മുഖപത്രമാണ്. നമ്മൾ ഇവിടെ കർണാടകയിലേക്ക് വരുന്ന മൈഗ്രൻസ് ആയിട്ടുള്ള മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾക്ക് സൗജന്യമായ ഭക്ഷണവും താമസവുമാണ് നൽകുന്നത്. ഇതൊരു ഷോർട്ട് സ്റ്റേ സെന്ററാണ്. ജോലികൾക്ക് വേണ്ടി വരുന്നവര്, പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്നവര്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നവര്, അത്തരത്തില് ഒരു ജീവിത മാർഗം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കുന്നതാണ് സ്കലബ്രീനിയൻ സന്യാസ സഭ പോപ്പ് ഫ്രാൻസിസ് മൈഗ്രന്റ് സെന്ററിലൂടെ ചെയ്യുന്നത്. ഈ ഹൗസിലേക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ആധാർ കാർഡ്, അതിന്റെ ഒരു കോപ്പി, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു റെക്കമെൻഡേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ റെക്കമെൻഡേഷൻ ലെറ്റർ, ഈ രണ്ടുമായിട്ട് നിങ്ങൾക്ക് ഈ ഹൗസിലേക്ക് വരാവുന്നതാണ്. മുൻകൂട്ടി ഫോൺ ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താമസ സൗകര്യം അവൈലബിൾ ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ വരുന്നവർക്ക് ഏകദേശം 7-8 ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് താമസവും ഭക്ഷണവും ഇവിടുന്ന് ലഭിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, ഇതൊരു കൂട്ടായ മുന്നേറ്റമാണ്. ധാരാളം വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാംഗ്ലൂർ യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഈ സ്ഥാപനത്തിലേക്കുള്ളൂ. വാഹനങ്ങൾ പോകുന്നവർക്ക് അങ്ങനെയും പോകാം. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകൾ ഇടുക. താഴത്തെ നിലയിലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നല്ല മനോഹരമായ ഒരു ഡൈനിങ് ഹാള്, കിച്ചൺ, കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. 2 നേരത്തെ ഭക്ഷണം കിട്ടുന്നു. ഇത് ലേഡീസിൻ്റെ ഏരിയയാണ് കേട്ടോ. വുമൻസ് ബ്ലോക്ക് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും നല്ല സൗകര്യങ്ങളാണ്. ഡോമിറ്ററി 1 തുടങ്ങി 5 വരെ ഉണ്ട്. 1-ലായിരുന്നു ഞാനും. പരീക്ഷയ്ക്ക് വേണ്ടി വന്ന മോളാണ് ഇവള്. ഞങ്ങൾ 2 ഇവിടെയായിരുന്നു. ഞങ്ങളുടെ ഇവിടെ തന്നെ 12 പേർക്ക് താമസിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, അവിടെ അലമാരകളൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും. ഈ 12 ബെഡിനും 12 കബോർഡുകളുണ്ട്. 2 തട്ടുള്ള വലിയ 2 കബോർഡുകളുണ്ട്. ഈ കുട്ടി ജോലി അന്വേഷിച്ച് വന്നതാണ്. ഇവൾ വയനാടുകാരിയാണ്. അതുപോലെ ബെഡ്ഷീറ്റ്, പുതപ്പ്, പില്ലോ കവർ എല്ലാം ഉണ്ട് കേട്ടോ. ലേഡീസിന് ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതേ സൗകര്യങ്ങൾ ഇതേപോലെ തന്നെ ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ജെൻസിനുള്ള ഭാഗം. അവിടേക്ക് പോകാനായിട്ട് ലേഡീസിന് പോകാനായിട്ടുള്ള അനുവാദമില്ല. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള അനുവാദവുമില്ല. അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എങ്ങനെയാണോ കണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് അവിടെയും ഉള്ളതെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഭക്ഷണ സമയത്ത് നമ്മുടെ വീട്ടിലെ പോലെ അവിടെ ഉള്ള ലേഡീസും ജെൻസും സ്റ്റാഫും എല്ലാവരും ഒരുമിച്ചാണ് അവിടെ വന്ന് കഴിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയധികം സൗകര്യങ്ങളുണ്ട്. ഇത് ഈ ഭാഗം മുഴുവനും ഇത് ടോയ്ലറ്റ് ആണ്. 3, 2, 5 എണ്ണം ഉണ്ട്. ഇത് ബാത്റൂമുകളാണ്. അതും 5 എണ്ണം ഉണ്ട്. കുടിവെള്ളത്തിന് കുടിവെള്ളം, മറ്റ് വാഷ് ചെയ്യുന്നതിന് അതിനുള്ള സൗകര്യം എല്ലാം നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ. അത് നമ്മളെ പോലെയുള്ള ആളുകൾ വന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ എപ്പോഴും അത് വൃത്തിയായിട്ട് തന്നെ കിടക്കുമല്ലോ. ഇത്രയും സൗകര്യത്തോടു കൂടിയ ഒരു താമസ സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ജോലി അന്വേഷിച്ച് വരുന്നവർക്ക്, പരീക്ഷ എഴുതാൻ വരുന്നവർക്ക്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. എന്നാൽ ഞാൻ ഒന്നിനും വന്നതല്ല. ഞാൻ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ബാംഗ്ലൂർ പോയപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യത്തെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ
കുഴപ്പമില്ല, 2 ദിവസമൊക്കെ താമസിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയതാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടുക, ആവശ്യമുള്ള എല്ലാവരും കമൻ്റ് ഇടുക. എന്നിട്ട് നിങ്ങൾ ഇത് സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഫോളോ ചെയ്യുക, യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.